ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നേ. ഇങ്ങനെ ഒരു ചെടി എന്നെ പടർന്ന് കയറി, ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കയറി എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് അതിന് മെസ്സേജ് ഇട്ടു. നിത്യവഴുതനയാണ്, കാട്ടുവള്ളിയാണ് എന്നൊക്കെ. പക്ഷേ നിത്യവഴുതന അല്ലായിരുന്നു. ഞാൻ വീണ്ടും 2 മാസം കൂടെ ഞാൻ നോക്കി, പക്ഷേ ഒരു രക്ഷയില്ല. അതുകൊണ്ട് ഞാൻ അതിൻ്റെ മൂട് വെച്ച് ഞാൻ ഒന്ന് അറുത്ത് കളഞ്ഞു. കാരണം എന്തെന്ന് വെച്ചാൽ ഇത് കാട്ടുവള്ളിയാണ്. അറിയാൻ പറ്റിയത് ഒന്ന് കൃഷിഭവനിൽ, ഇന്നലെ ഞാനൊന്ന് കൃഷിഭവനിൽ പോയപ്പോൾ അവിടെ ഇങ്ങനെ കാട് പോലെ ഇങ്ങനെ ഇത് കയറി കിടക്കുന്നു. അങ്ങനെ ഞാൻ ഒരാളോട് ചോദിച്ചു, അവിടെ ഉള്ള ഒരാളോട് തന്നെ ഞാൻ ചോദിച്ചു ഇതെന്താണെന്ന്. അപ്പോഴാണ് പറഞ്ഞത് ഇതൊരു കാട്ടുവള്ളിയാണ്, ഇത് കായ്ക്കത്തില്ല, പൂക്കും, ചെറിയ പൂ വരും, പക്ഷേ ഇത് കായ്ക്കത്തില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു നിത്യവഴുതന ഇങ്ങനെയല്ല, നിത്യവഴുതനയാണെങ്കിൽ നേരത്തെ കായ്ക്കും, ഇതുപോലെ മാസങ്ങളോളം ഒന്നും നിൽക്കത്തില്ല, 2 മാസം കൊണ്ട് തന്നെ നിത്യവഴുതന ഇങ്ങനെ പൂവിടും എന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി ഇതിനെ വന്ന് അറുത്ത് കളയാമെന്ന് വിചാരിച്ചതാ. ഞാൻ അതിനെ മൂട് വെച്ചിട്ട് ഞാനൊന്ന് അറുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. നമ്മൾ എന്തെങ്കിലും ഒരു അറിയില്ലാത്ത കാര്യം ചോദിക്കുമ്പോൾ നമ്മളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ഉപകാരം എന്ന് പറയുന്നത്. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഒരുപാട് പേര് പറഞ്ഞു കാട്ടുവള്ളിയാണെന്ന്, അതുപോലെ തന്നെ ഒരുപാട് പേര് പറഞ്ഞു നിത്യവഴുതനയാണ്. പിന്നെ വേറെ എന്തോ 1-2 കമൻസുകളും കൂടെ ഉണ്ടായിരുന്നു. എന്തായാലും എല്ലാവർക്കും നന്ദി. പക്ഷേ ഞാനിതിന് ഞാൻ വെട്ടി മാറ്റിയിട്ടുണ്ട്. ഇനി എവിടെ നിങ്ങളുടെ വീട്ടിൽ എവിടെയാണെങ്കിലും ഇങ്ങനെ ഒരു ചെടി വളരുവാണെങ്കിൽ അതിന് വെള്ളവും വളവും ഒന്നും കൊടുക്കാതെ അപ്പം തന്നെ അതിനെ അങ്ങ് നശിപ്പിച്ച് കളയുക. നമ്മുടെ സ്ഥലം വെറുതെ വേസ്റ്റ് ആവും എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഓക്കെ, ബായ്.